ഓൺലൈനിൽ നിന്ന് ഞാനൊരു ചെടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2 ആഴ്ചയായിട്ടുണ്ടാവും. അതിന്റെ ഡെലിവറി ഡേറ്റ് ഒരു 3-4 ദിവസം മുമ്പായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നഴ്സറി അല്ലെങ്കിൽ ചെടിയൊക്കെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ചെടി വളർത്തണതും കൊടുക്കണ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു അതിൽ ചിലപ്പോൾ വാഴ ആയിരിക്കും ഉണ്ടാവുക. അതായത് അവർ ഇങ്ങനെ ഫേക്ക് ഡെലിവറീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനത് ഓൺലൈനിൽ നിന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു അൽഗസാറിയ ഗാർഡൻസോ എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, എല്ലാ തുടക്കുന്നത് എനിക്കറിയാം. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ നല്ലതാണെങ്കിൽ. അപ്പോൾ അവർ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞു. ഡെലിവറി ഡേറ്റ് 2-3 ദിവസമാണ്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവരെ, അതായത് ഡെലിവറി പാർട്ട്നേഴ്സ് അല്ല, ഞാൻ കോണ്ടാക്ട് ചെയ്ത ആ ഒരു ചെടിയുടെ ആൾക്കാർ എപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. അപ്പോൾ അവരായിട്ട് പറഞ്ഞപ്പോൾ അവർ വരും സാർ വരും, ഇംഗ്ലീഷിലായിരുന്നു. കാരണം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈ ചെടി അയക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എത്ര ശ്വാസത ഉണ്ടായിരുന്നില്ല ഇത് വരും എന്നുള്ളത്. അപ്പം ഈ ചെടി വരണത് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഓർക്കിഡ് വാൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനം ചെടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 3 എണ്ണത്തിന് 350 രൂപയാണ്. അപ്പോൾ ആ വാൻഡ ഇപ്പോൾ കരിഞ്ഞിരിക്കണ്ടോ ഉണങ്ങിയിരിക്കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവർ വിളിച്ചിട്ടുണ്ട് 10 മിനിറ്റ് കൊണ്ട് എത്തുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും അത് ഓപ്പണിംഗ് അൺബോക്സിങ് വീഡിയോ ഞാൻ അവരുടെ മുമ്പിൽ തന്നെയായിരിക്കും ചെയ്യുക. കാരണം വെച്ചാൽ ആ വീഡിയോയിൽ നമുക്ക് നോക്കാമല്ലോ, അതായത് എങ്ങനെയാണ് പ്ലാനിന്റെ ഹെൽത്ത് എങ്ങനെയാണ്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ്, അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ഒന്നും പോവില്ല. അപ്പോൾ ഇപ്പം തട്ടിപ്പും കുറേ കാര്യങ്ങൾ നടക്കണ കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പ്രീ റെക്കോർഡിങ് ചെയ്യണത്. പിന്നെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞു. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. 3-4 ദിവസമായി ഞാൻ ചെടി വരില്ല അല്ലെങ്കിൽ കൊറിയർ ചെയ്യില്ല. എക്സ്പ്രസ് ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയർ ഏജൻസീസ് ആണ് നമുക്ക് ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ അവർ വിളിച്ചിട്ട് 5-10 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് ആ ചെടിയുടെ അവസ്ഥ അറിയാനും. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് നല്ല ഭംഗിയുള്ളതാണോ അല്ലെങ്കിൽ എങ്ങനത്തെ ഫേക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. നല്ല ഇപ്പോൾ കുറേ പറ്റിക്കപ്പെടുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ പേരെ ക്യാഷ് പോകുന്നു അങ്ങനെ ഓൺലൈനിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ അങ്ങനെ കുറേ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ബൈ ആൻഡ് സെൽ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണത് കാരണം ഞാൻ എന്തായാലും ലൈവ് വീഡിയോ എടുക്കും. ഞാൻ എന്തായാലും ഹെൽത്തി പ്ലാന്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് ഈ ഒരു ചെടി റിസീവ് ചെയ്യുള്ളൂ. അതുപോലെ 350 രൂപ ക്യാഷും കൊടുക്കുള്ളൂ. അതെന്തായാലും ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെ തുടർന്നായിട്ട് ഞാൻ ഈ വീഡിയോ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്, ആരാണ് വരുന്നതല്ല, നമുക്ക് ആ സാധനം കിട്ടുമ്പോൾ എന്താണ് അവസ്ഥ ചെടിയുടെ എന്നുള്ളത് അറിയാം. അപ്പോൾ ഓർക്കിഡ് വാൻഡ നമുക്ക് എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് നോക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. അവർ വരെ ഞാനും കാത്തിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇപ്പം എത്തും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പക്ഷെ അത് എത്തേണ്ട സമയം കഴിഞ്ഞു. അതായത് ഇപ്പൊ അത് 3-4 ദിവസം കഴിഞ്ഞു. ഇപ്പൊ 2 ആഴ്ച 3 ആഴ്ച പറയത്. അപ്പൊ ഈ ചെടി ഉണങ്ങി പോയിട്ട് നമുക്ക് കിട്ടിയിട്ട് കയറില്ലല്ലോ. അത് ശരിയാ. കാരണം ഞാനത് അങ്ങനെ വിചാരിച്ചു. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡെലിവറി പാർട്ട്ണർ ഉള്ള സമയത്ത് വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് അറിയണം. കാരണം എന്റെ ഫ്രണ്ട് പറഞ്ഞു വാഴത്തണ്ടൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം പൈസ പറ്റിക്കുക. ഇതോ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വാഴത്തണ്ട് മറ്റേതാണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. റിട്ടേൺ ഓപ്ഷൻ സാധാരണ ഉള്ളതാണ്. അല്ല, എനിക്ക് തുറന്നു നോക്കണല്ലോ. ഞാൻ ഇത്ര നാള് കാത്തിരുന്നത് അതിനായിരുന്നു. ഈ ഒരു സൈഡില് ചെടിയാന്നറിയാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അവര്. കാരണം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വരേണ്ടത്. ഇവര് പറയേണ്ടത് എന്താന്ന് വെച്ചാല് ഇത് ഇവരുടെ പൈസ കിട്ടിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പൈസ കൊടുത്താലാണ് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവര് പറഞ്ഞത്. അപ്പൊ എന്തായാലും പൈസ കൊടുക്കുകയാണെങ്കിൽ ചെടി വന്നിട്ട് അത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ കാണാം. എന്തായാലും എന്നെ പോവാൻ ചിലപ്പോൾ 350 രൂപ ആണ് പോവാ. 350 ഉണ്ട്. നന്നായി കട്ട് ചെയ്യണോ അതോ തിരിച്ചൊന്നും കിട്ടില്ല? ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഫുൾ പൈസ തിരിച്ചു കിട്ടും. അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, നമുക്ക് ഹെൽത്തി പ്ലാന്റ് ആകുമ്പോൾ ഇത്രയും ഡെലിവറി ഡേറ്റ് കഴിഞ്ഞാൽ ഡിലേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടണതേ. നീ വരില്ല എന്നാണ് വിചാരിച്ചിരിക്കണം ഞങ്ങൾ. ഈ ഒരു ഡെലിവറി പാർട്ട്ണറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മളിത് പൊട്ടിക്കണത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമാണ് പൊട്ടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പം ഞാൻ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 വാൻഡ തന്നെയാണ് ചെടി വന്നത്. പക്ഷേ ഭയങ്കര ശോഷിച്ചതായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. കണ്ടില്ല, നിങ്ങൾക്ക് കാണാം. എന്താ പറയുക, കുറേ 2-3-4 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തോളം ഇവർ കൊറിയറിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരാനുള്ള ഒരു ടൈം എടുത്തതിൻ്റെ ഒരു ക്ഷീണം നന്നായിട്ട് തന്നെ കാണാം. ഇപ്പോൾ അവർ പറഞ്ഞു എനിക്കധികം ഈ പ്ലാന്റിന് അൺഹെൽത്തി ആയിട്ടാണ് തോന്നിയത്. കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ
ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യണില്ല, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇതാണ് ആ പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഓർക്കിഡ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് എങ്ങനെയാണ്, ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത് ഇതൊന്ന് കണ്ടിട്ട് പറയണം. പിന്നെ ഞാൻ ഇവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് നമ്പറൊക്കെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടാൻ വെച്ചാൽ അവരുടെ ലിങ്കിൽ കയറി സൈറ്റിൽ കയറി ഒന്ന് നോക്കാം. അപ്പോൾ അത്ര തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്.